ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം കൂടുതൽ ഞങ്ങൾക്ക് ലഭിക്കുവാനായി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന നിരന്തരം നിത്യസഹായ മാതാവിൻ്റെ മാധ്യസ്ഥം വഴി പരിശുദ്ധ പിതാവിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ഇനിയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോകുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഇവിടെ ഇരിക്കുന്ന ആയത്തുപടി ദൈവജനം, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആദ്യമായിട്ട് ധ്യാനങ്ങൾ കാണുന്നവരോ കേൾക്കുന്നവരോ ഒന്നുമല്ല, ശുശ്രൂഷകൾ ആദ്യമായിട്ട് കൂടുന്നവരല്ല. ധ്യാന കേന്ദ്രങ്ങളും ധ്യാന ശുശ്രൂഷകളും നല്ല പരിചയമുള്ള വൈദികരെയും ശുശ്രൂഷകരെയൊക്കെ കണ്ട് തഴക്കവും പഴക്കവുമുള്ള ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ദൈവജനം. ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ധ്യാനം നമുക്ക് സമ്മാനിച്ചത് എന്താണ് എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥം അതിനെ വിളിക്കുന്ന ഒരു നല്ല പേരുണ്ട്, അഭിഷേകം, അനോയിന്റിങ്, അഭിഷേകം. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിന്റെ സമാപന മണിക്കൂറിലായിരിക്കുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യത്തിന് തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം അഭിഷേകത്തോടുകൂടെ മുന്നോട്ട് നീങ്ങണം. ഒരു ധ്യാനം സമാപിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇറങ്ങുന്നത്. അങ്ങനെയുള്ളപ്പോൾ കൃത്യം വ്യക്തമായി തിരുവചനം പഠിപ്പിക്കുന്ന കാര്യം അഭിഷേകത്തോടുകൂടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വാക്കിൽ അതിനെ വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്നാണ്. ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം. നമുക്ക് 4 സുവിശേഷങ്ങളുണ്ട്. ഏതൊക്കെയാണ്? മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. ഈ 4 സുവിശേഷങ്ങളിലും, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം തിരുവചനം, മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 9-ാം തിരുവചനം, ലൂക്കായുടെ സുവിശേഷം 3-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം. ഈ 4 സുവിശേഷങ്ങളുടെയും ആരംഭത്തിൽ തന്നെ കൃത്യമായി കുറിച്ചു വച്ചിരിക്കുന്ന ഒരു വാക്കാണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ജീവിത അനുഭവം, അഭിഷേകത്തിൽ ജീവിക്കുന്ന കൃപ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം വചനം പഠിപ്പിക്കുന്നു, എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. അപ്പൊ ഇനി നമ്മുടെ ജീവിതം മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാവോ? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. സാധാരണഗതിയിൽ നമ്മൾ ആര് പറയുന്നതാ കേൾക്കുന്നത്? നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും പറയുന്നതാണ് കേൾക്കുന്നതും അനുസരിക്കുന്നതും. എന്നാൽ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപനത്തിൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു, ഇനി നീ മുന്നോട്ട് ജീവിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെയാണ് അഭിഷേകത്തിലുള്ള ജീവിതം, പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ്, 3 തലങ്ങളുണ്ട്. ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം എപ്പോഴും എന്താഗ്രഹിക്കും? ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒരു സുഖമാണ് ആഗ്രഹിക്കുന്നത്. ശരീരത്തിന് എപ്പോഴും ഇഷ്ടം സുഖകരമായ കാര്യങ്ങൾ ചെയ്യാനാണ്. ഞാൻ ചോദിക്കട്ടെ, നന്മ ചെയ്യാനാണോ തിന്മ ചെയ്യാനാണോ എളുപ്പം? മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും നോക്കിക്കൊണ്ടിരിക്കാനാണോ കൊന്ത ചെല്ലാനാണോ ഇഷ്ടം?
കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിരിക്കുകയാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മ കൊണ്ടുവന്നിട്ട് പറയാം, അച്ഛാ ഇതിന്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്ക്. ഞാൻ ചോദിച്ചു എന്നാ പറ്റി? അച്ഛാ പിശാച് ബാധയാ, പിശാച് ബാധ. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല ചേച്ചി. അതായത് അച്ഛാ കുടുംബ പ്രാർത്ഥനയുടെ സമയമാകുമ്പോൾ ഇവൾ എന്തെങ്കിലും തട്ടിപ്പ് പറഞ്ഞ് കുടുംബ പ്രാർത്ഥന ഒഴിവാക്കും. ഞാൻ പറഞ്ഞു ആ ചേച്ചി അത് കൃത്യമായിട്ടൊരു സമയം വെച്ചാ പോരെ. എന്റെ അച്ഛാ അത്രയും നേരം അവൾ അവിടെ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നതാ, ഒരു ക്ഷീണവും ഇല്ല. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവൾക്ക് ക്ഷീണം, അപ്പോൾ അവൾക്ക് ഹോംവർക്ക്, അപ്പോൾ അവൾക്ക് അത് ചെയ്യാൻ ഇത് ചെയ്യാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ അവൾ പറയും മമ്മി അമ്മേ പ്രാർത്ഥന തുടങ്ങിക്കോ, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. കുളിക്കാൻ പോകുന്ന അവള് പ്രാർത്ഥന കഴിയുമ്പോഴേ ഇറങ്ങുള്ളൂ. ഇവിടുത്തെ കാര്യമല്ല, ഒരു സ്ഥലത്തെ ഒരു കൊച്ച്. ഇങ്ങോട്ട് നോക്കിക്കേ, അതായത് ബൈബിള് തുറക്കുമ്പോൾ ചിലർക്ക് കണ്ണ് പിടിക്കുന്നില്ല, അതേന്ന് കണ്ണ് പിടിക്കുന്നില്ല. എന്നാൽ സീരിയലും സിനിമയും കണ്ടോണ്ടിരിക്കുമ്പോൾ കണ്ണ് നന്നായിട്ട് പിടിക്കും. കൊന്ത എടുക്കുമ്പോൾ തന്നെ ചിലർക്ക് വായിക്കോട്ടെ വന്നിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് ചിലർ ചിന്തിക്കുന്നു ഇത് മുഴുവൻ ചെല്ല് തീർക്കണോ അല്ലേ, ഇനി മുഴുവൻ ചെല്ല് തീർക്കണോ. എന്നാൽ മണിക്കൂറുകൾ ഇൻസ്റ്റാഗ്രാംസിലെ റീൽസും കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു ക്ഷീണോ ഇല്ല. അതെന്താ അങ്ങനെ? അതാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും സുഖത്തോട് ഒരു താല്പര്യമുണ്ട്. നമ്മുടെ കണ്ണും നമ്മുടെ ചിന്തകളും ശരീരമെല്ലാം സുഖകരമായ കാര്യങ്ങളോട് വല്ലാത്തൊരു താല്പര്യമുണ്ട്. നന്മ ചെയ്യാൻ സത്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പോപ്പുലർ മിഷൻ ധ്യാനം കൂടിയിരിക്കുന്ന നല്ല അഭിഷേകത്തിലായതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷെ സത്യത്തിൽ നന്മ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരീരം എപ്പോഴും ആഗ്രഹിക്കുന്നത് സുഖമാണ്. മനസ്സ് നമുക്കുണ്ട്. മനസ്സ് ഞാൻ പറഞ്ഞു 3 തലങ്ങൾ: ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരം എപ്പോഴും സുഖം അന്വേഷിക്കും. മനസ്സ് എന്താണ് ആഗ്രഹിക്കുന്നത്? മനസ്സിൽ എപ്പോഴും വികാരങ്ങളാണ്. വികാരങ്ങൾ അല്ലേ? കുറെ അധികം തോന്നലുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. തിരുവചനം പഠിപ്പിക്കുന്നൊരു കാര്യം, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവന്റെ ആത്മീയ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ്. അതാണ് നമ്മൾ പഠിച്ചത് ലൂക്കാ 12:12. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം. മനസ്സിൽ തോന്നുന്ന തോന്നലുകൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. അങ്ങനെ തീരുമാനമെടുത്താൽ തെറ്റിപ്പോകും. തീരുമാനങ്ങൾ മനസ്സിൽ അനേക തോന്നലുകളാണ്. മലയാളത്തിൽ തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ എന്ത് വിളിക്കും? കേട്ടിട്ടില്ലേ? തോന്നിയവാസി. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് തോന്നിയവാസിയായിട്ട് ജീവിക്കാനല്ല, മറിച്ച് ആത്മീയ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനാണ്. ഇങ്ങോട്ട് നോക്കിക്കേ, ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് പട്ടി, പൂച്ച, മൃഗങ്ങൾ, മൃഗജീവജാലങ്ങൾ അല്ലേ? ഈ പട്ടിക്കും പൂച്ചയ്ക്കും പ്രലോഭനമുണ്ടോ? ഉദാഹരണത്തിന് നോമ്പ് കാലഘട്ടമാണെന്ന് വിചാരിക്കുക. പട്ടിയുടെ മുമ്പിൽ ഒരു എല്ലിൻ കഷണം കിടക്കുന്നു. പട്ടി ചിന്തിക്കുകയാണ്, ഞാൻ കടിക്കൂല, ദുഃഖവെള്ളി കഴിഞ്ഞ് ഈസ്റ്റർ ആയാലേ ഈ എല്ലിൻ കഷണം കടിക്കൂ. അങ്ങനെ പട്ടി പറയുമോ? ഇല്ല. കാരണം പട്ടിയുടെ ഉള്ളിൽ ഒരു വാസനയുണ്ട്. എല്ലിൻ കഷണം കണ്ടാ പട്ടി കടിക്കും. പൂച്ചയുടെ മുമ്പിലൂടെ ഒരു എലി ഓടുമ്പോഴത്തേക്ക് പൂച്ച ചിന്തിക്കുവോ? വേണ്ട, നോമ്പല്ലേ, ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. പറയില്ല. കാരണം അവ ജീവിക്കുന്നത് അവയുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ചാണ്. ആന കരിമ്പങ്കാട് കാണുമ്പോൾ എൻ്റെ മുതലാളിയുടെയാണോ തൊഴിലാളിയുടെയാണോ എന്ന് ചോദിക്കൂ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യും? കരിമ്പങ്കാട് കണ്ടാൽ ആന കയറും. അത് ആനയുടെ വാസനയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നറിയോ? ഒരിക്കലും തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കരുത്. അങ്ങനെ ജീവിച്ചാൽ എന്തു പറ്റും? തോന്നിയവാസിയായി പോകും. വീട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, നമ്മൾ മക്കളോട് ചോദിക്കുന്നു, നീ എന്താ ഇങ്ങനെ ചെയ്തേ? എനിക്കിങ്ങനെ തോന്നി. പലതും തോന്നും. ഈ തോന്നലുകളുടെ പ്രത്യേകത എന്താ? ഇന്ന് തോന്നുന്നതല്ല നാളത്തെ തോന്നല്, നാളത്തെ തോന്നലല്ല മറ്റന്നാളത്തെ തോന്നല്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു കാരണവശാലും തോന്നലുകൾക്കനുസരിച്ച് തീരുമാനം എടുക്കരുത്. അങ്ങനെ എടുത്താൽ ജീവിതത്തിൽ കരയേണ്ടി വരും, ജീവിതത്തിൽ ഭാരപ്പെടേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസം ഒരു കുടുംബത്തിന്റെ കണ്ണുനീര്. ആ കുടുംബത്തില് ഒരൊറ്റ മകളേ ഉള്ളൂ.
ആ മകളുടെ 18ാമത്തെ ബർത്ത്ഡേ വളരെ ആഘോഷപൂർവ്വം ആഘോഷിച്ചു. വീടിനടുത്തുനിന്നൊക്കെയുള്ള ബന്ധുജനങ്ങളൊക്കെ വിളിച്ച്, ആകപ്പാടെ ഒറ്റ മോളേ ഉള്ളൂ, ഈ മകളുടെ 18ാമത്തെ ജന്മദിനം ഭയങ്കര സെലിബ്രേഷൻ. വീടിനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് അവർ ആഘോഷിച്ചത്. പിറ്റേ ദിവസം ആഘോഷം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഈ മകൾ ബാഗില് കുറെ തുണികളും അവളുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തിട്ട് ടാറ്റ പറയുകയാണ് അപ്പനോടും അമ്മയോടും. എന്നിട്ട് പറഞ്ഞു, മമ്മി പപ്പ, ഗേറ്റിന് പുറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ജീവിത പങ്കാളി പുറത്ത് വന്ന് വണ്ടിയും കൊണ്ട് നിൽക്കുന്നു, ഞാൻ പോവുന്നു. അപ്പനും അമ്മയും ചോദിച്ചു, നീ എങ്ങോട്ട് പോകുന്നു? എന്തോ നീ പറയുന്നേ? എനിക്ക് 18 വയസ്സായി, എൻ്റെ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രായമായി. അതുകൊണ്ട് ദേ കഴിഞ്ഞ 6 മാസമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട അവനാണ് ഞാൻ, അവനും തമ്മിൽ പ്രണയമാണ്, എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ അവൻ വന്നിരിക്കുന്നു, ഞാൻ പോകുന്നു. ഇത് പറയുമ്പോഴത്തേക്ക് എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കണ്ട, ഇവിടുന്ന് വലിയ ദൂരമില്ല ഞാൻ ഈ പറഞ്ഞ കുടുംബത്തിന്റെ വീട്, അന്വേഷിച്ചു പോകണ്ട, ഇങ്ങോട്ട് നോക്കൂ. അതെ, 18 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഉടനെ നിങ്ങൾ ചിന്തിക്കും, അതു ക്രിസ്ത്യാനികളായിരിക്കുമോ? സത്യക്രിസ്ത്യാനി, ഇടവക പള്ളിയിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന വെങ്കൊച്ച്. ആ ഇടവകക്കാർക്ക് പൊന്നുണ്ണി 18 വയസ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം അവള് പറയാണ്, ഞാൻ പോകുന്നു, ടാറ്റ. അപ്പനോടും അമ്മയോടും ടാറ്റ പറഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോ അവര് വട്ടം പിടിച്ചു. അവള് പറഞ്ഞു, എൻ്റെ ഇഷ്ടം, എൻ്റെ ജീവിതം, എൻ്റെ സ്വാതന്ത്ര്യം നിങ്ങൾ അതിൽ കൈകെടുത്തേണ്ട. ഇനി നിങ്ങൾ കൈ കടത്തിയാൽ ഞാൻ പോലീസിനെ അറിയിക്കും. എന്നാ ധൈര്യം നോക്കിക്കേ. ഇനി നിങ്ങളെ എന്നെ തടഞ്ഞാൽ ഞാൻ പോലീസിനെ അറിയിക്കും. ഈ പെണ്ണ് അവളുടെ ഉള്ളിലുള്ള തോന്നലനുസരിച്ച് തീരുമാനമെടുത്തു പോയി. കേരളത്തിലെ അങ്ങേയറ്റം, കഴിഞ്ഞ നാളിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുള്ള വയനാടിന്റെ അങ്ങേയറ്റം, അവിടെയാണ് ഈ പെണ്ണ് ആ ചെറുക്കന്റെ കൂടെ ചെന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു ഉള്ളിലുള്ള ഒരു കോളനിയിൽ വളരെ ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയിലേക്കാണ് ഈ പെണ്ണിനെയും കൊണ്ടുപോയത്. ഇവിടെ നിന്ന് ഇന്നോവ കാറ് വിളിച്ച് 1 ലക്ഷത്തിലധികം രൂപ പലതവണയായിട്ട് മുടക്കിയിട്ടാണ് ഇവിടെ നിന്ന് കുറെ ആളുകൾ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവൾ വാതുക്കെ നിന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്കിഷ്ടപ്പെട്ട ചെറുക്കന്റെ കൂട്ടത്തിലാണ് ജീവിതം, എൻ്റെ ജീവിതം, എൻ്റെ ഇഷ്ടം. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിഞ്ഞുകൂടാ, കഴിഞ്ഞ ആഴ്ചയിൽ തിരുവനന്തപുരത്ത് ഇതുപോലെ ഒരു ജാഥ നടന്നിരുന്നു, പത്രത്തിലൊക്കെ വന്നിരുന്നു, വാർത്തയൊക്കെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, എൻ്റെ ശരീരം എൻ്റെ ഇഷ്ടം, ഇതും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് കുറെ പേര് പോകുന്നത് കണ്ടു. ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ ഇരുന്ന് കയ്യടിച്ചവരുണ്ടാവും. ഓർക്കേണ്ട കാര്യം എന്നാന്നറിയോ? ഇതുപോലെ തന്നെ തെറ്റായ തീരുമാനമെടുത്ത് എൻ്റെ ഇഷ്ടം, എൻ്റെ തോന്നൽ, അങ്ങനെയാണല്ലോ ഇന്നത്തെ പാട്ടുകളൊക്കെ. ശ്രദ്ധിച്ചിട്ടില്ലേ? ഇന്നത്തെ നമ്മുടെ പാട്ടുകളുടെ പ്രത്യേകത എന്താ? ഞാൻ താടി വളർത്തും, മീശ വളർത്തും, ആരാ ചോദിക്കാനുള്ള? എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണ് പോയിട്ട് എന്ത് സംഭവിച്ചെന്നറിയോ? 1.5 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ പെണ്ണ് രാത്രിയിൽ ഫോൺ വിളിച്ച് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാനിവിടെ നരകിക്കുക, ഞാൻ അങ്ങോട്ട് വരുവാണ്. എങ്ങനെ എന്നൊന്നും ചോദിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വരുവാണ്. നേരം വെളുത്തപ്പോൾ KSRTC ബസ്സിൽ കയറി ഈ പെണ്ണ് വയനാട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലെത്തി. വീട്ടിലിപ്പോൾ അടച്ചിട്ട മുറിക്കകത്തിരിപ്പുണ്ട്. വിഷാദമാണെന്നാണ് പറയുന്നത്, വിഷാദ രോഗം. ഞാനിത് പറയുമ്പോൾ തോന്നലുകൾക്കനുസരിച്ച് തീരുമാനമെടുക്കല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, തോന്നലുകൾക്കനുസരിച്ച് തീരുമാനമെടുത്താൽ ജീവിതത്തിൽ നമ്മൾ കരയേണ്ടി വരും. അപ്പോൾ ചോദ്യം, എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഇതാ ലൂക്കാസ് വിശേഷം 12-ാം അധ്യായം 12-ാം തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും തയ്യാറായാലുള്ള മെച്ചം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തെ മുഴുവൻ പരിശുദ്ധാത്മാവ് ക്രമീകരിക്കാൻ തുടങ്ങും. പ്രൈസ് ദ ലോർഡ്. നീ പരിശുദ്ധൻ, നീ എന്നും സത്യൻ, ദൈവമേ നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ
ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്മാനമാണ് ഈ അഭിഷേകം. ഈ അഭിഷേകം അത് നീ സ്വീകരിച്ച് പ്രാർത്ഥിച്ചേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. നിന്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള വഴികളിൽ ഇനി ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കും. ഒരുപക്ഷെ ചില കൂട്ടുകെട്ടുകൾ നിനക്കുണ്ടാവും, നിന്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന കൂട്ടുകെട്ടുകൾ. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഈ ദൈവജനം സാക്ഷി നിർത്തി നീ വലിയ തീരുമാനമെടുക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന കൂട്ടുകെട്ട് അതെത്ര അടുപ്പമുള്ളതാണെങ്കിലും ഇനി എനിക്കത് വേണ്ട. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവ് പറയുന്നതനുസരിച്ച് ഞാൻ ജീവിച്ചു കൊള്ളാം. തീരുമാനമെടുക്കുക. തെറ്റായ സ്നേഹബന്ധങ്ങളെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക. പാപത്തിന്റെ ചില പ്രലോഭന സാധ്യതകളെ തിരുമുമ്പിൽ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ പോലെ ശക്തിയേകി എന്നെ നയിക്കണം. ഇത് വലിയ ആഗ്രഹമാണ്. രണ്ടു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് ദൈവജനമേ ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്ലീഹന്മാരിൽ നിറഞ്ഞ ശക്തി, സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച്, രണ്ട് കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് നമ്മുടെ തലയ്ക്കകത്തുള്ള അനേക ചിന്തകളും ധാരണകളും തെറ്റായ ആലോചനകളും തീരുമാനങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവ് ഇനി മുതൽ നയിക്കട്ടെ. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളാണോ നിന്നെ ഭരിക്കുന്നത്? ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ നോക്കി മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, കളിയാക്കിയിട്ടുണ്ടാവും, അബദ്ധ ചിന്തകൾ പങ്കുവച്ചിട്ടുണ്ടാവും. അതാണോ നിന്നെ ഭരിക്കുന്നത്? ഇതാ ഇനി മുതൽ നിന്നെ ഭരിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ആത്മാവേ, ഇനി മുതൽ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണമേ. എൻ്റെ ചിന്തകളിലും തീരുമാനങ്ങളിലും പ്രവർത്തികളിലും ശക്തി വേണം. ആത്മാവേ, അത്ഭുതകരമായ ശക്തി എൻ്റെ ശിരസിലേക്ക് ഒഴുകപ്പെടട്ടെ. എൻ്റെ ഇന്നലകളിലെ മുറിവുകളെ, ഓർമ്മകളെ ഇതാ ഈ സമയം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. സ്ലീഹന്മാർ നിറഞ്ഞ അതേ ശക്തി എന്നിൽ നിറയണമേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം വലത് കണ്ണോടും ഇടതുകരം ഇടത് കണ്ണോടും ചേർത്ത് വെച്ച് ആ കണ്ണിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, ഈ ലോകത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ വളരെ നല്ല ഒരു ഉപകരണമാണ്. പക്ഷേ അനാവശ്യ കാര്യങ്ങൾ കാണാൻ വേണ്ടി, പ്രത്യേകിച്ച് അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും കാണാൻ, തെറ്റായ കാര്യങ്ങൾ കാണാൻ, അബദ്ധ ചിന്തകൾ കാണാനും കേൾക്കാനും വല്ലാത്തൊരു കൗതുകം നമ്മുടെ കണ്ണിനുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ചില ആസക്തികളുണ്ട്. വീണ്ടും വീണ്ടും കാണാൻ ആ കണ്ണുകൾ നമ്മളെ പ്രലോഭിക്കും. ആ കണ്ണുകളെ സമർപ്പിക്കണം. ഈശോയെ, ഞായറാഴ്ച മുതൽ ഞാൻ കേട്ട വചനം, ഞാൻ വായിച്ച വചനം, ഞാൻ പാടിയ ഗീതങ്ങൾ എൻ്റെ ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടതാണ്. പരിശുദ്ധാത്മാവേ, ഈ കണ്ണുകൾ ഇനി മുതൽ വിശുദ്ധമായ കാര്യങ്ങൾ കാണട്ടെ. സ്ലീഹന്മാർ നിറഞ്ഞ അതേ ശക്തി എൻ്റെ കണ്ണുകളിൽ നിറയട്ടെ. സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകട്ടെ, ശക്തിയേകി നയിക്കണേ. നമ്മുടെ കാതുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. വലതുകരം വലത് ചെവിയോടും ഇടതുകരം ഇടത് ചെവിയോടും ചേർത്ത് വെച്ച് കണ്ണടച്ചോളൂ. നമ്മുടെ ചെവികളെ സമർപ്പിക്കുക. ചില ആളുകൾ പറയുന്നത് കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. തെറ്റായ ചില കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും ഉണ്ടാവും. ചില ആളുകളുടെ പുറകെയാണ് നമ്മുടെ യാത്രകളും നമ്മുടെ സംസാരവും മൊത്തം. ഈ സമയം സമർപ്പിക്കണം. എൻ്റെ ആത്മീയ ജീവിതത്തെ തകർക്കുന്ന കൂട്ടുകെട്ടുകളും സംസാരങ്ങളും എനിക്ക് വേണ്ട. വചനം കേൾക്കാനും ദൈവസ്തുതികൾ ആലപിക്കാനുമുള്ളതാണ് എൻ്റെ ചെവികൾ. ഈശോയെ, എൻ്റെ ഈ ചെവിയിലൂടെ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈ പരിശുദ്ധ അൾത്താരയിൽ നിന്നുള്ള ശക്തി എൻ്റെ ചെവികളിലേക്ക് ഒഴുകപ്പെടട്ടെ. സ്ലീഹന്മാർ നിറഞ്ഞ അതേ ശക്തി എൻ്റെ ചെവികളിലേക്ക് ഒഴുകട്ടെ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി ശക്തിയേകി നയിക്കണേ.
നമ്മുടെ ചുണ്ടുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ആ ചുണ്ടോട് ചേർത്ത് വെച്ചോളൂ. കണ്ണടച്ച് പ്രാർത്ഥിച്ചേ. നാവിനെയാണ് സമർപ്പിക്കുന്നത്. നമ്മുടെ സംസാരം പലപ്പോഴും മറ്റുള്ളവർക്ക് വേദനയുണ്ടാക്കുന്നു. കുത്തുവാക്ക് പറയുന്ന, നുണ പറയുന്ന, പരസ്പരം എപ്പോഴും ചെളിവാരി എറിയുന്ന സംസാര രീതി, താരതമ്യം ചെയ്യുന്ന, മറ്റുള്ളവരെ വിധിക്കുന്ന സംസാര രീതി, വാ തുറന്നാൽ ചീത്തവാക്ക് മാത്രം പറയുന്ന സംസാര രീതി, നമ്മൾ മൂലം എത്രയോ പേരെയാണ് നമ്മൾ കരയിപ്പിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെ തരം താഴ്ത്തി സംസാരിക്കുന്ന നമ്മുടെ സംസാര രീതി. ഈ ശുശ്രൂഷ സമയം നമ്മുടെ നാവിനെ ബന്ധിക്കുക. പരിശുദ്ധാത്മാവെ, വചനം വായിക്കാൻ, വചനഗീതങ്ങൾ പാടാൻ, ദൈവികമായ കാര്യങ്ങൾ ചെയ്യാൻ തക്കവണ്ണം എൻ്റെ ഈ നാവിനെ വിശുദ്ധീകരിക്കട്ടെ. പരിശുദ്ധാത്മാവേ, നിയന്ത്രണം ഏറ്റെടുക്കണമേ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി. ശ്രീകന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച്, എല്ലാവരും കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമ്മെ അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞ് പരിശുദ്ധ പരമമാ ചേർന്ന് പാടിക്കൊണ്ട് കാരുണ്യമേ തമ്പുരാനെ എന്നുമെന്നും അങ്ങേക്കാരാധന. എല്ലാവരും പാടിക്കേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ കർത്താവേ എന്നുമെന്നും അങ്ങേക്കാരാധന. ഒരിക്കൽ കൂടി താഴ്മയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്ക്, എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് സിസ്റ്റർ ക്രിസ്റ്റി. സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിലെ ഒരു അംഗമാണ് ഞാൻ. ഈ സുവർണ ജൂബിലി ആഘോഷിക്കുമ്പോൾ നടത്തപ്പെട്ട ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ നന്നായിരുന്നു, ഉപകാരപ്രദമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ ഇടവക വളർന്ന് സുവർണ ജൂബിലിയിൽ എത്തിയിരിക്കുമ്പോൾ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒരു സുവർണ അവസരം കൂടി ചരിത്ര താളുകളിൽ എഴുതി ചേർക്കുകയാണ്. കുടുംബ നവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ ധ്യാനത്തിൽ അൾത്താരയോട് ചേർത്ത് വച്ച ജീവിതം, ബലിപീഠത്തിൽ കെട്ടിയ ജീവിതം, പരിശുദ്ധ അമ്മയുടെ മേലങ്കിക്കുള്ളിൽ ഒളിപ്പിച്ച ജീവിതം, അത് അനുഗ്രഹീതം. ആ കുടുംബം അനുഗ്രഹീതം. പരിശുദ്ധ അമ്മയിലൂടെ കൂടുതൽ ശക്തി പ്രാപിച്ച് ആത്മീയതയിൽ ഉണർവുള്ളവരായി കൂട്ടായ്മ ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ, ജീവിത നവീകരണത്തിന് തുടക്കം കുറിക്കുവാൻ, നഷ്ടപ്പെട്ടു പോയതിനെ തേടി കണ്ടെത്തി പുനഃസ്ഥാപിക്കുവാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം വളരെ ഉപകാരപ്രദമായിരുന്നുവെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ പേര് ജോഡ്വിൻ. ഞാൻ ആയത്തുപടി ഇടവകയിലെ യുവജനങ്ങളെ റെപ്രസെൻ്റ് ചെയ്താണ് നിൽക്കുന്നത്.
ആയത്തുപടി ഇടവകയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തിൽ ദൈവം നൽകിയ ഒരു വരദാനമാണ് പോപ്പുലർ മിഷൻ ധ്യാനം. കഴിഞ്ഞു പോയ ഇതുവരെയുള്ള ജീവിതത്തിൽ പറ്റിയ എല്ലാ തെറ്റുകുറ്റങ്ങളും തിരുത്തിക്കൊണ്ട് ആത്മീയ ഉണർവോടും അതിലുപരി ഒത്തിരി നന്മകളോടും കൂടെ ജീവിതം പടുത്തുയർത്തുവാൻ ഈ പോപ്പുലർ മിഷൻ ധ്യാനം ഒത്തിരി സഹായകമായി. പ്രത്യേകിച്ച് മാതാപിതാക്കളോടും കുടുംബത്തിലെ മറ്റ് ബന്ധുമിത്രാദികളോടുമുള്ള ബന്ധത്തിൽ ആഴപ്പെടുവാനും അതോടൊപ്പം ദൈവത്തോടും ദേവാലയത്തോടും കൂടെ നിന്നുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുവാനും ഈ പോപ്പുലർ മിഷൻ ഞങ്ങൾക്ക് ഒത്തിരി സഹായകമായി. ദൈവം നൽകിയ ഈ വരദാനത്തിന് ഒത്തിരി നന്ദി പറയുന്നു. സ്നേഹമുള്ളവരെ, ഞാൻ സിനി ബിജു, ആയത്തുപടി ഇടവകയിലെ മാതൃവേദി എന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ്. ആയത്തുപടി നിത്യസഹായ മാതാപള്ളി ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വരദാനമാണ് ഈ പോപ്പുലർ മിഷൻ ധ്യാനം. ഞങ്ങളുടെ കുടുംബങ്ങളെല്ലാം വിശ്വാസത്തിൽ ഒന്നുകൂടി ഊട്ടി ഉറയ്ക്കുന്നവരാകുവാൻ, കുറച്ചുകൂടി ഈശോയിലേക്ക് അടുക്കുവാൻ ഈ ധ്യാനം ഞങ്ങളെ വളരെയധികം സഹായിച്ചു. എല്ലാവരും ഒരുമിച്ച് വിശുദ്ധ കുമ്പസാരം നടത്തിക്കൊണ്ട് അന്നേ ദിവസം അനുതാപത്തിൽ ആയിരുന്നുകൊണ്ട് എല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തപ്പോൾ കിട്ടിയ ആ വലിയ അനുഭവം, അത് ഒത്തിരിയേറെ സന്തോഷവും അതിലേറെ പ്രാർത്ഥനയുടെ ചൈതന്യവും നിറഞ്ഞതായിരുന്നു.